അപ്പനും അമ്മ എണീറ്റേക്ക് രണ്ടു ദിവസം അവിടെ പോയി നിക്ക് കണ്ടേമേ. ഞാനങ്ങനെ പറഞ്ഞ അമ്മമ്മേ അമ്മമ്മേ ഞാൻ ഒരു കാര്യം പറയട്ടെ, നാളെ എങ്ങോട്ടാണ് പോണേ? നാളെ 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 ചെറിയ ബോയ്സ് ട്രിപ്പ്. ബോയ്സ് ട്രിപ്പോ? ഞാൻ സമ്മതിച്ചില്ല, എന്നോട് ചോദിച്ചില്ലല്ലോ. നിന്നോട് ഇന്നലെ സമ്മതിച്ച് നീ ഓക്കെ പറഞ്ഞിട്ടാണ് ഞാൻ. എപ്പോ പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ല മമ്മി. എന്തെങ്കിലും പറഞ്ഞ കൂട്ടത്തിലൊക്കെ മൂളി കാണും. കൂന്ന എന്നാലും മനസ്സിലാക്കാതെ മൂളി കാണും. ഞാൻ മൂളിയിട്ടില്ല, ഞാൻ കേട്ടിട്ട് പോലുമില്ല, ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല ഇങ്ങനെ ഒരു സംഭവം. സമ്മതം കൊടുക്കാൻ മൂളാനൊക്കെ. ആഹാ, കുഞ്ഞ് കേട്ടോ, അല്ലെ കുഞ്ഞോട് ചോദിച്ചു. എന്റെ സമ്മതം ഇല്ലാതെ എങ്ങോട്ട് പോന്നി? കൊച്ചിനെ ആര് നോക്കും മനുഷ്യ? അതാ പറഞ്ഞ കുഞ്ഞോട് ചോദിച്ചു നോക്ക്. കുഞ്ഞ് കേട്ടോ, കുഞ്ഞാണ് സാക്ഷി. ആഹാ, അല്ലേ കുഞ്ഞു? ഞാൻ എവിടെ പോകുന്നേ? ഞാൻ എന്ത് ചെയ്യും? എനിക്ക് എവിടെയെങ്കിലും പോണ്ടേ? നീ ഇടയ്ക്ക് നിന്റെ വീട്ടിലൊക്കെ പോകും. നിനക്ക് അപ്പനും അമ്മ എണീറ്റേക്ക് രണ്ടു ദിവസം അവിടെ പോയി നിക്ക് കണ്ടേമേ. ഞാനങ്ങനെ പറഞ്ഞ ഞാനിവിടെ നിക്കുന്ന മമ്മിക്ക് സുഖമല്ലാതെ റെസ്റ്റോറോ അല്ല അമ്മയുള്ള മമ്മിക്ക് സുഖമല്ലേ? ഓഹോ, അപ്പൊ എന്നെ പിരിയാൻ ഇഷ്ടമാണല്ലേ? ഓഹോ, അവള് കൊഞ്ചി കിടക്കാം. അപ്പൊ അമ്മയും മോനും രണ്ടുപേരും കൂടി എന്നെ പറഞ്ഞു വീട്ടിൽ വിടാനല്ലേ പ്ലാൻ? 3 ദിവസത്തേക്ക്. അമ്മയോട് ഞങ്ങൾ അമ്മ വീട്ടിൽ പോകുമെന്ന് പറഞ്ഞൊന്നും പറയരുത്. ഞാൻ പിന്നൊന്നും പറഞ്ഞില്ല. ഇവൻ പറഞ്ഞതിനനുസരിച്ച് താളത്തിന് ഒപ്പിച്ചങ്ങ് പറഞ്ഞു. ഓഹോ, എനിക്ക് മനസ്സിലായി. അവരെന്നാ വേണേലും വിചാരിച്ചോട്ടെ, സാരമില്ല. ഓഹോ, നീ എന്നെ കൊണ്ട് അമ്മായിമാരുണ്ടായിരിക്കും. എന്നാണ് ഈ നാളെ പോണ്ട മനുഷ്യ? ഇവിടെ എങ്ങനെ ഇരിക്കാം? വാ, എന്തോരം പണിയുണ്ട് ഇവിടെ, എന്തോരം പണി. കണ്ടില്ല. നാളെ പോണ്ടെന്ന് എന്നാ പോനാ മനുഷ്യ? മാസത്തിൽ ഒരു ട്രിപ്പ്, അത് അനുവദനീയമാണ്. എല്ലാ ആഴ്ചയിലും ട്രിപ്പ് പോകുന്നത് ശരിയാണോ? ശരിയല്ല.